Hi all, welcome back to Sizzling Happiness. വെജ് ബിരിയാണി തയ്യാറാക്കാനായി ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പച്ചമുളക്, പുതിനയില, തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 1.5 കപ്പ് അരി വേവിക്കാനായി ഇവിടെ 3 കപ്പ് വെള്ളം, ഗ്രാമ്പ്, ഏലക്ക, കറുവപ്പട്ട, ഷാഹി ജീര, ഉപ്പ്, നെയ്യ് എന്നിവ ചേർത്ത് തിളപ്പിക്കാം. വെള്ളം തിളച്ചപ്പോൾ കഴുകി 15 മിനിറ്റ് കുതിർത്ത് ഊറ്റിയ അരി ചേർത്തിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി 10 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് ഇളക്കി 5 മിനിറ്റും കൂടി അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പത്ത് മിനിറ്റ് ആയപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ പകുതി സവാള എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി മാരിനേറ്റ് ചെയ്ത വെജിറ്റബിൾസും ഫ്രോസൺ ഗ്രീൻ പീസും പനീറും ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ വെജിറ്റബിൾസ് 2 മിനിറ്റ് വഴറ്റി ഇനി ഫ്ലെയിം ലോ ആക്കി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് ഒന്നിളക്കി 2 മിനിറ്റ് കൂടി വേവിക്കാം. ബിരിയാണി ദം ചെയ്യാനായി ചുവട് കട്ടിയുള്ള കടായിലോട്ട് ബിരിയാണി മസാലയും ചോറും ലെയർ ചെയ്യാം. കുറച്ച് വറുത്ത സവാളയും കാഷ്നട്ട്സും മിന്റ് ലീവ്സും നെയ്യും ചേർക്കാം. ഫോയിൽ പേപ്പർ ഇട്ട് ലിഡ് വെച്ച് അടച്ച് ഒരു തവ അടിയിൽ വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. സിമ്പിൾ ആൻഡ് ഈസി വെജിറ്റബിൾ ബിരിയാണി ഇപ്പോൾ തയ്യാറായി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ബിരിയാണി സെർവ് ചെയ്യാം. വെജ് ബിരിയാണി റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിസ്ലിംഗ് ഹാപ്പിനെസ്.